ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കൊപ്പം പഞ്ചായത്തിലെ മണ്ണാരച്ചൂട്ടി പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് സംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കൊപ്പം പഞ്ചായത്ത് 7ാം വാർഡിലെ മണ്ണാരച്ചൂട്ടിയിലെ 8 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മണ്ണാരച്ചൂട്ടി പ്രദേശത്ത് സംഘടിപ്പിച്ച സംഗമം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കിട്ടാത്തത് കൊണ്ട് അതിന്റെ ക്രയവിക്രയങ്ങളാണെങ്കിലും മറ്റുള്ള ഡെവലപ്മെന്റ് ആണെങ്കിലും നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം മാത്രം ഈ കഴിഞ്ഞ 8 വർഷം അല്ലെങ്കിൽ 7.5 വർഷം കൊണ്ട് 1218 ജൂലൈ 31 വരെ നോക്കിക്കഴിഞ്ഞാൽ പട്ടാമ്പി മണ്ഡലത്തിൽ മാത്രം 1218 പട്ടയങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല, നമുക്കറിയാം 4 സെന്റ് കോളനി അടക്കമുള്ള മറ്റു വിവിധങ്ങളായ പട്ടയങ്ങൾ അർഹരായ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അത് വിതരണം ചെയ്തിട്ടുണ്ട്. വളരെ സാങ്കേതികമായിട്ടുള്ള ചില കേസുകൾ, അതായത് ആളുകൾ മാറിപ്പോയി, വേറെ ആളുകൾ വീണ്ടും കൈമാറിപ്പോയി, അങ്ങനെയുള്ള ആളുകളിൽ ചിലർക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് മാത്രമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ 2 3 കൊപ്പം പഞ്ചായത്തിലുള്ളത്. അതും പ്രോസസ്സ് കഴിഞ്ഞാൽ കൊപ്പം പഞ്ചായത്തിന് പൂർണ്ണമായി എല്ലാവർക്കും ഏകദേശം പട്ടയം കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ പട്ടാമ്പി മണ്ഡലത്തിലും ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തന്നെയാണ്. ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന കാലത്ത് 7 വർഷം 8 വർഷമായി മുമ്പിലുള്ള പട്ടയം അടക്കം നിരവധിയായിട്ടുള്ള പട്ടയങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. 4 സെന്റ് കോളനിയൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് 40 വർഷമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കിട്ടാത്ത പല അനുഭവങ്ങളുണ്ട്. സംഗമത്തിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ വേലായുധൻ, സോമൻ, രാജൻ മുള്ളൻമട എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.